ചാനൽ ട്രിനിറ്റി വോയിസ്. ഭാരങ്ങൾ തന്നെ ചേർത്തിടുവാൻ കർത്താവേ വേഗം വന്നിടണേ. ഭാരങ്ങളകന്നു ഞാൻ വിശ്രമിപ്പാൻ പിന്മഴ വേഗം അയക്കണമേ. ഭാരങ്ങളകന്നു ഞാൻ വിശ്രമിപ്പാൻ പിന്മഴ വേഗമയക്കണമേ. എന്നു നിൻ തിരുമുഖം കാണും ഞാൻ, എത്ര നാളികത്തിൽ ഞാൻ പാർത്തിടണം. സ്വർഗത്തിലെൻ്റെ പാർപ്പിടം, സ്വർഗത്തിലെന്നും പാടിടാ. സ്വർഗത്തിലെൻ്റെ പാർപ്പിടം, സ്വർഗത്തിലെന്നും പാടിടാ. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോകാം. ഉൽപ്പത്തി ഓർ ജനസിസ്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 6-ാമത് വാക്യം. ജനസിസ് ചാപ്റ്റർ 16 വേഴ്സ് 6. അബ്രാം സാറായിയോട്, നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. ബട്ട് അബ്രാം said unto Sarai, behold, thy maid is in thine hand, do to her as it pleaseth thee. And when Sarai dealt hardly with her, she fled from her face. Second session റിക്വയറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ഹിയർ ഓൺ എർത്ത് we are given the riches of His grace, kindness, patience, glory, wisdom, power and mercy, but in eternity we will inherit even more. Paul said, I want to you realize what a rich and glorious inheritance He has given to His people. What exactly does that inheritance include? First, we will get to be with God forever. Second, we will be completely changed to be like Christ. Third, we will be freed from all pain, death and suffering. Fourth, we will be rewarded and reassigned positions of service. Fifth, we will get to share in Christ's glory. What an inheritance! You are far richer than you realize. The Bible says God has reserved a priceless inheritance for His children. It is kept in heaven for you, pure and undefiled, beyond the reach of change and decay. Third session, Proverbs chapter 14 verse 23. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിൻ്റെ 23-ാമത് വാക്യം. എല്ലാ തൊഴിലും കൊണ്ട് ലാഭം വരും, അധരചർവണം കൊണ്ടോ ഞെരുക്കമേ വരൂ. In all labor there is profit, but the talk of lips tendeth only penury. Fourth session, Matthew chapter 6 verse 33. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാമത് വാക്യം. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ബട്ട് seek ye first the kingdom of God and His righteousness, and all these things shall be added unto you. ഇനി നമുക്ക് വായന ഭാഗം നോക്കാം. എമ്മൗസിലേക്കുള്ള യാത്ര. ലൂക്കോസ് 24:13 മുതൽ 35 വരെ. യേശു മരണത്തിൽ നിന്നും പുനരുത്ഥാനം ചെയ്ത ദിവസം ശിഷ്യരിൽ 2 പേർ എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. യെരുശലേമിൽ നിന്ന് 11
കിലോമീറ്റർ ദൂരെയാണ് എമ്മൗസ്. സംഭവിച്ച കാര്യങ്ങൾ പരസ്പരം സംസാരിച്ചുകൊണ്ട് അവർ നടന്നു നീങ്ങവേ യേശുവും അവരുടെ കൂടെ ചെന്ന് നടക്കുവാൻ തുടങ്ങി. അവർ അവനെ കണ്ടെങ്കിലും തിരിച്ചറിഞ്ഞില്ല. നിങ്ങൾ എന്തിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്? യേശു അവരോട് ചോദിച്ചു. അവർ മ്ലാനവതരനായി വന്ദനായി അവിടെ നിന്നു. പിന്നെ അവരിൽ ക്ലെയോപ്പാവ് എന്നു പേരുള്ള ഒരാൾ ചോദിച്ചു, ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ യെരുശലേമിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇതൊന്നും അറിയാത്ത പരദേശിയാണോ നീ? എന്ത് സംഭവങ്ങൾ? അവൻ വീണ്ടും ചോദിച്ചു. നസറായനായ യേശുവിന് സംഭവിച്ച കാര്യങ്ങൾ. അവർ മറുപടി പറഞ്ഞു, അവൻ ദൈവത്തിൽ നിന്നുള്ളൊരു പ്രവാചകനായിരുന്നു. അവൻ ചെയ്തതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളിലും ദൈവശക്തി ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ മുഖ്യ പുരോഹിതരും ഭരണാധികാരികളും അവനെ ക്രൂശിൽ തറച്ചു കൊന്നു. അവനായിരിക്കുമെന്ന് ഞങ്ങൾ കരുതി. കൂടാതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ അമ്പരപ്പിച്ചിരിക്കുന്നു. അവർ അതിരാവിലെ അവൻ്റെ കല്ലറയ്ക്കൽ പോയി, പക്ഷെ അവൻ്റെ ശരീരം കണ്ടില്ല. അവൻ മടങ്ങി വന്ന് അവൻ ജീവനോട് ഇരിക്കുന്നുവെന്ന് 2 ദൂതന്മാർ അറിയിച്ചതായി ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ കൂടെയുള്ള ചിലരും കല്ലറയെങ്കിലേക്ക് പോയി. ആ സ്ത്രീകൾ പറഞ്ഞതുപോലെ അവൻ്റെ ശരീരം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ യേശു അവരോട് സംസാരിച്ചു, നിങ്ങൾ ഭോഷരാണ്. പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് മടിയാണ്. പിതാവിൻ്റെ കൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് രക്ഷകൻ ഇതെല്ലാം സഹിക്കേണ്ടത് ആവശ്യമായിരുന്നില്ലേ? മോശ മുതൽ സർവ്വപ്രവാചകരും തന്നെ തിരുവെഴുത്തുകളിൽ പറഞ്ഞിട്ടുള്ളവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എമ്മോസിലെത്തിയപ്പോൾ യേശു മുമ്പോട്ട് പോകുന്നതായി ഭാവിച്ചു. എന്നാൽ അവർ അവനെ തടഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ഇന്ന് താമസിക്കുക, നേരം സന്ധ്യയായല്ലോ. അങ്ങനെ അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കെ അപ്പം എടുത്ത് ദൈവത്തെ വാഴ്ത്തി. പിന്നെ അത് നുറുക്കി അവർക്ക് കൊടുത്തു. പിന്നെ അവർക്കത് ആരാണെന്ന് മനസ്സിലായി. ഉടനെ അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറയുകയും ചെയ്തു. അവർ പരസ്പരം പറഞ്ഞു, അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിക്കുകയും തിരുവെഴുത്തുകൾ വിശദീകരിച്ച് തരികയും ചെയ്തപ്പോൾ എന്ത് ആവേശകരമായിരുന്നു അത്. അവർ ഉടൻ തന്നെ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. പിന്നീട് 11 ശിഷ്യന്മാരും അവരുടെ കൂടെയുള്ളവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നത് അവർ കണ്ടു. കർത്താവ് നിശ്ചയമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ ശിമോൻ പത്രോസിന് പ്രത്യക്ഷനായി എന്ന് പറയുന്നത് അവർ കേട്ടു. മാർഗ്ഗമധ്യേ തങ്ങൾക്ക് സംഭവിച്ചത് അവർ വിശദീകരിച്ചു. അപ്പം മുറിച്ചപ്പോൾ അവനെ തിരിച്ചറിഞ്ഞതും അവർ പറഞ്ഞു. നമുക്ക് കണ്ടൻസ് അല്ലെങ്കിൽ ഉള്ളടക്കം നോക്കാം. ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി. അബ്രഹാം സാറായോട്, നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവളെ വിട്ട് ഓടിപ്പോയി. അപ്പം അബ്രഹാം സാറായോട്, നിന്റെ ദാസി എന്ന് നമുക്കറിയാം, കഴിഞ്ഞ വാക്യങ്ങളിൽ പറഞ്ഞതാണ് ദാസിയുടെ പേര് ഹാഗാർ. നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക. എന്താണെന്ന് നിന്റെ ഇഷ്ടാപ്രകാരം നീ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ സാറായിക്ക് പെട്ടെന്ന് ദുഃഖം വന്നപ്പോൾ അവളോട് കാഠിന്യം ചെയ്യാൻ തുടങ്ങി. അത് ചെയ്തപ്പോൾ അവളെ വിട്ട് ഓടിപ്പോയതായിട്ടാണ്. അതിൻ്റെ ഇംഗ്ലീഷ് പോർഷനും കൂടെ നോക്കാം. ബട്ട് അബ്രഹാം said unto Sarai, behold, thy maid is in thine hand, do to her as it pleaseth thee. And when Sarai dealt hardly with her, she fled from her face. ഇനി നമുക്ക് റിക്വയർമെൻസിൻ്റെ ബുക്ക് ചെയ്ത പർപ്പസ് ഡ്രിവൻ ലൈഫിലേക്ക്. ഹിയർ ഓൺ എർത്ത് വി ആർ ഗിവൺ ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്, കൈൻഡ്നെസ്, പേഷ്യൻസ്, ഗ്ലോറി, wisdom, power and mercy, but in eternity we will inherit even more. ഇനി നമുക്ക് തേർഡ് സെഷൻ്റെ കണ്ടൻസ് നോക്കാം. പ്രൊവർബ് അല്ലെങ്കിൽ സദൃശവാക്യം. എല്ലാ തൊഴിലും കൊണ്ട് ലാഭം വരും, അധരചർവണം കൊണ്ടോ ഞെരുക്കമേ വരികയുള്ളൂ. അതിൻ്റെ ഇംഗ്ലീഷ് പോർഷൻ നോക്കാം. ഇൻ ഓൾ ലേബർ there is profit, but the talk of the lips tendeth only to penury. ഇനി മത്തായി 4ാം സെഷൻ. മത്തായി ഓർ മാത്യു ചാപ്റ്റർ 6:33. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് കഴിഞ്ഞാൽ അതോടുകൂടി നമുക്കിതൊക്കെയും കിട്ടും. എന്ത് നമ്മൾ ആഗ്രഹിച്ചാലും ദൈവത്തിൻ്റെ രാജ്യം നീതി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കുമെന്നാണ് പറയുന്നത്.
but seek ye first the kingdom of God, but and his righteousness, and all these things shall be added unto you. അപ്പോൾ നമ്മുടെ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.